ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ഒരു പരിപ്പോടെയും മസാല ഇട്ടൊരു കട്ടൻ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നതാണ്. കുതിർന്ന് വെള്ളം വാർത്തെടുത്ത പരിപ്പാണ്. 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 3 വറ്റൽമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. നമുക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിന്നിപ്പോൾ ഞാൻ ഒരു പിടി കടലപ്പരിപ്പ് എടുത്ത് മാറ്റുകയാണ്. കാര്യം ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വട കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടല കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് മാറ്റുന്നത്. പരിപ്പ് നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ചതച്ചെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി കൈവച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വടമാവിൽ നിന്നും നമുക്ക് ഓരോ ബൗളുകളായിട്ട് വടയുടെ ഷേപ്പിൽ കയ്യിൽ വെച്ച് തന്നെ റൗണ്ട് ചെയ്തെടുത്ത് ഓരോന്നോരോന്നായി എണ്ണയിലിട്ടിട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോഴേക്കും മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. അതുമാത്രമല്ല, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ 2 സൈഡും മൊരിഞ്ഞിരിക്കും, ഉള്ളു വേവത്തില്ല. അതുകൊണ്ടാണ് തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. കണ്ടോ, നല്ലതുപോലെ വട പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാല കട്ടാൻ റെഡിയാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കഷ്ണം ഇഞ്ചി, 4 ഏലക്ക, 3 ഗ്രാമ്പൂ, കുറച്ച് പട്ട, കടുപ്പത്തിന് ആവശ്യമായ തേയില, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ വെള്ളം ഒന്ന് ഈ രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഗ്രാമ്പൂ, പട്ട ഇവ ഇട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഏലക്ക ഇവ നമ്മൾ ചതച്ചാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പം നമുക്കിത് ചതച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നാലേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ കട്ടൻ ചായയിലോട്ട് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. ഇനി തേയിലയും പഞ്ചസാരയും ഇടാം. ഇട്ടതിന് ശേഷം ഒരു 1/2 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു നാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കട്ടൻ ചായ അരിച്ച് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് കട്ടൻ ചായയിലോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ടൻ ചായയിലേക്ക് പുതിനയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയിലയുടെ ഫ്ലേവർ കട്ടൻ ചായയിലോട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.